എല്ലാം ശരിയാകുമെന്ന് പറയുന്നത് ശുഭാപ്തി വിശ്വാസമാണ്. ഒരാശയമാണത്. മറിയം നമ്മളായിരുന്നെങ്കിൽ, അപ്പനാരെന്നറിയാത്തൊരു കുഞ്ഞിനെ ഉദരത്തിൽ പേറുന്ന പെണ്ണ് വീടിന് പുറത്തിറങ്ങുമെന്ന് തോന്നുന്നുണ്ടോ? നമ്മുടെ എത്ര കുഞ്ഞുങ്ങൾ പരീക്ഷയ്ക്കൊന്ന് തോറ്റുപോയി, ജോലി കിട്ടുന്നില്ല, കല്യാണം നടക്കുന്നില്ല, അതുകൊണ്ട് പള്ളി വരാൻ പോലും പേടിയാ കുഞ്ഞുങ്ങൾക്ക്. കാരണം എന്താ? നമ്മുടെ അമ്മാവന്മാർ ചോദിക്കും, ഒന്നും ആയില്ലേ? പള്ളിയിലേക്ക് പോലും വരാൻ മടിച്ച് വീട്ടകങ്ങളിൽ ഒതുങ്ങിക്കൂടുന്ന കാലമാണിത്. കാരണം പ്രത്യാശ പോയി, അവഗണന, പരിമിതികൾ, ഒരു കൊള്ളാവുന്ന വീടില്ല, സൗകര്യമില്ല എന്ന് സങ്കടപ്പെടുന്നവര് ബേത്ലഹേമിന്റെ അവസ്ഥയിൽ നിൽക്കുകയാണ്. നമ്മൾ കടന്നു പോകുന്ന അനുഭവം. കൂടെ നിൽക്കുമെന്ന് കരുതിയവര്, കൈത്താങ്ങാകുമെന്ന് കരുതിയവര് അവഗണിച്ച് കതക് കൊട്ടി അടച്ചു. അതുകൊണ്ട് നിങ്ങൾ ഓർത്തേക്ക്, നിങ്ങൾ ഇപ്പം നിൽക്കുന്നത് ബേത്ലഹേമിലായിരിക്കും. കതകൊത്തിരി നിങ്ങളുടെ മുമ്പിൽ കൊട്ടി അടച്ചിട്ടുണ്ട്. ആരും കൈത്താങ്ങില്ല. ഒരു കാലിത്തൊഴുത്തിന്റെ പരിമിതിയിലേക്ക്, ഒരു വൈക്കോൽ ശാലയുടെ കുറവുകളിലേക്ക് നിങ്ങൾ ചുരുങ്ങി നിൽക്കുന്ന നേരമായിരിക്കും ഇത്. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. കയ്യിൽ എന്താ ഉള്ളേ? പിള്ളക്കച്ചയുണ്ടോ? പുതിയ മുമ്പിൽ എന്താ ഉള്ളേ? ഒരു കാലിത്തൊഴുത്തുണ്ടോ? വൈക്കോൽ കൂനയുണ്ടോ? അങ്ങോട്ട് കിടത്ത്. നിന്നെ കൊണ്ടാകുന്നത് നീ ചെയ്യുമ്പോ നിന്നെ കൊണ്ടാകാത്തത് ദൈവം ചെയ്യും. അന്ന് അവള് പറഞ്ഞ അവൻ പറയുന്നത് പോലെ ചെയ്യുവിനെന്ന വാക്കാണ് സുവിശേഷത്തിൽ മറിയം അവസാനമായി പറയുന്ന വാക്ക്. അതിനുശേഷം മറിയത്തിന്റെ വായിന്ന് ഒരു വാക്ക് വീഴുന്നില്ല. അതിന്റെ അർത്ഥം കഴിഞ്ഞ 2000 വർഷമായി മറിയം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഒരൊറ്റ വാക്കാ. ഏതാത്? അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ. പാറയപ്പള്ളിയിലേക്ക് വരുന്നത് വലിയ സന്തോഷമാണ്. അച്ഛനായിട്ടിത് 10ാമത്തെ വർഷമാണ്. ഡിസംബറിൽ 30-ാം തീയതി 10 വർഷം തികയാണ്. ഈ 10 വർഷത്തിനിടയ്ക്ക് 4-5 പ്രാവശ്യം പെരുന്നാളിന് ഇവിടെ പ്രസംഗിക്കാൻ വന്നിട്ടുണ്ട്. ഓരോ തവണ വരുമ്പോഴും മനസ്സ് നിറയാറുണ്ട്. കാരണം കുഞ്ഞുനാളിലെ വിശ്വാസ രൂപീകരണത്തിൻ്റെ ഇടമാണ് പാറയപ്പള്ളി. എല്ലാ വർഷവും പാറയപ്പള്ളി വന്ന്, ഞാൻ കുട്ടനാട്ടുകാരനാണ്, അപ്പോൾ കുട്ടനാട്ടിൽ നിന്ന് ഞങ്ങൾ കൊച്ചുനാളിലെ ഓർമ്മയാണ്. ആഘോഷമായിട്ട് പാറയപ്പള്ളി വന്ന് പെരുന്നാളൊക്കെ കൂടി കിണറ്റിലെ വെള്ളമൊക്കെ കോരി കുടിച്ച് അത് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിക്ക് ആ KSRTC സ്റ്റാൻഡിന് അപ്പുറത്തൊരു ഹോട്ടൽ അരുണുണ്ടായിരുന്നു അന്ന്. അവിടുന്ന് ഒരു മസാല ദോശയും കഴിച്ചിട്ട് പോകുന്നത് എൻ്റെ കൊച്ചുനാളിലെ ഓർമ്മയുടെ ഭാഗമാണ്. അതുകൊണ്ട് പാറയപ്പള്ളിയിലേക്ക് വരിക എന്നുള്ളത് അമ്മയുടെ അടുത്തേക്ക് വരുന്നത് പോലെ ഹൃദ്യമായ അനുഭവമാണ്. ബഹുമാനപ്പെട്ട കൊച്ചച്ഛൻ സ്വാഗതം പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 2 വർഷമായിട്ട് ഇവിടെ ധ്യാനങ്ങൾ നടത്തുന്നതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട് എനിക്ക്. അപ്പോൾ നമ്മൾ ഈ ധ്യാനത്തിലും കൂടുതൽ പോയ 2 മാസം മുമ്പ് നടന്ന ധ്യാനത്തിൽ പ്രത്യാശയുടെ ചിന്തകളാണ് കൂടുതൽ ധ്യാനിച്ചത്. ഇന്ന് നൽകപ്പെട്ടിരിക്കുന്ന വിഷയവും അതാണ്. ഓരോ ദിവസവും ഓരോ വിഷയം നമുക്ക് നിശ്ചയിച്ച് നൽകിയിരിക്കുകയാണ്. ഇന്ന് നൽകിയിരിക്കുന്ന വിഷയം ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുന്ന പരിശുദ്ധ മറിയം. ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുന്ന പരിശുദ്ധ മറിയം. ഒപ്പം ഈ ദിവസം പ്രത്യേകമായിട്ട് കുടുംബ ദിനമായിട്ട് ആചരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ 2 വിഷയങ്ങളെ ചേർത്ത് നമുക്കൊരല്പനേരം ഒരുമിച്ച് ധ്യാനിക്കുകയും ഈ വിഷയത്തിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതത്തിലേക്ക് അതിനെ സ്വീകരിക്കുകയും ചെയ്യാം. എന്തായിരുന്നു വിഷയം? വിഷയം മറന്നോ? എന്തായിരുന്നു? ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുന്ന പരിശുദ്ധ മറിയം. ഒപ്പം ഇപ്പുറത്ത് കുടുംബദിനം. ശരിക്കും ഈ വിഷയത്തിൻ്റെ റെലവൻസ് വളരെയാണ്. കാരണം ഇന്ന് നമുക്ക് പ്രത്യാശയിലാണ് കോട്ടം പറ്റിയിരിക്കുന്നത്. പ്രത്യാശയിലാണ് പ്രശ്നം. വിശ്വാസമുണ്ട് എല്ലാവർക്കും. പക്ഷെ പ്രത്യാശ എന്താ? മുമ്പോട്ട് നോക്കുമ്പോൾ അനുഭവപ്പെടേണ്ടതിൻ്റെ പേരാണ് പ്രത്യാശ. ഇന്ന് വിശ്വാസത്തിന് കുറവൊന്നുമില്ല, വിശ്വാസമുണ്ട്. അതുകൊണ്ടല്ലേ ഈ മനുഷ്യരൊക്കെ, ഇത്രയും മനുഷ്യർ ഞാൻ വന്നപ്പോൾ അന്വേഷിക്കുകയായിരുന്നു, തിരക്കുണ്ടോ ഇത്തവണ? പറഞ്ഞു ഭയങ്കരം തിരക്കാണ് അച്ചു, ഭയങ്കരം തിരക്കാണ്. ഈ തിരക്ക് മുഴുവൻ വിശ്വാസമുള്ളൊരു ജനത്തിൻ്റെ വിശ്വാസത്തിൻ്റെ വെളിപ്പെടുത്തലാണ് ഈ ആൾക്കൂട്ടം. വിശ്വാസത്തിന് കുറവില്ല, പക്ഷെ മുന്നോട്ട് നോക്കുമ്പോൾ എവിടെ ഇളക്കം തട്ടുന്നു? പ്രത്യാശ. ഈ വാക്കോർത്ത് വെച്ചേക്ക. വിശ്വാസം ഇന്നും പ്രത്യാശ നാളെയുമാണ്. വിശ്വാസം ഇന്നും പ്രത്യാശ നാളെയുമാണ്. നാളേക്ക് നോക്കുമ്പോൾ, മുമ്പിൽ നോക്കുമ്പോൾ ഉണ്ടാകേണ്ടതിൻ്റെ പേര് പ്രത്യാശയാണ്. നമുക്ക് പ്രത്യാശയിൽ വളരാൻ ആഗ്രഹിക്കാം. അതിന് ഏറ്റവും നല്ലയാൾ പരിശുദ്ധ അമ്മയാണ്, നമ്മളെ വളർത്താൻ. അതുകൊണ്ടാണ് സമീപകാലത്തെ മാർപ്പാപ്പമാരൊക്കെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത്, പരിശുദ്ധ അമ്മ എന്ന വിദ്യാലയത്തിൽ നിന്ന് വേണം ക്രിസ്ത്യാനികൾ പ്രത്യാശ പഠിച്ചെടുക്കാൻ എന്നാണ്. ക്രിസ്ത്യൻസ് മസ്റ്റ് ലേൺ ദ ലെസൺസ് ഓഫ് ഹോപ്പ് ഫ്രം ദ സ്കൂൾ ഓഫ് മദർ മേരി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്ത്യൻസ് മസ്റ്റ് ലേൺ ദ ലെസൺസ് ഓഫ് ഹോപ്പ് ഫ്രം ദ സ്കൂൾ ഓഫ് മദർ മേരി. പരിശുദ്ധ അമ്മ എന്ന വിദ്യാലയത്തിൽ നിന്ന് പ്രത്യാശയുടെ പാഠങ്ങൾ പഠിച്ചെടുക്കണം. നമുക്കതിന് ഒരുമിച്ച് ശ്രമിക്കാം. നമുക്കൊരുമിച്ച്
7 ഇടങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യാശയെ ധ്യാനിക്കാൻ പോവാം. 7 സ്ഥലങ്ങളിൽ, സുവിശേഷത്തിൽ 7 സ്ഥലങ്ങളിൽ പരിശുദ്ധ അമ്മ കാണിച്ച പ്രത്യാശ. അവൾ കടന്നുപോയത്, ആ കടന്നുപോയ അനുഭവത്തെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ അവളെ സഹായിച്ച പ്രത്യാശയെ നമ്മൾ ധ്യാനിക്കും. ഈ മറിയം കടന്നുപോയ അനുഭവങ്ങളുണ്ടല്ലോ, അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ. ഓരോന്നിലും നമുക്ക് നമ്മെ കാണാൻ പറ്റും. ഒരുമിച്ച് പഠിക്കാം. 7 എണ്ണം പറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ പതിവ് സ്വഭാവത്തിന് മാറ്റം വരില്ല. എന്തായിരിക്കും അത്? ചോദിക്കും. 7ഉം പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? പാറയപ്പള്ളിയിലെ പെരുന്നാളിന് കേട്ട വചന സന്ദേശം എഴുന്നേറ്റ് നിന്ന് 7 ഇടങ്ങൾ പറയാൻ കിട്ടുന്ന അസുലഭ അവസരമെന്ന് ഓർത്തേക്കണം. അതുകൊണ്ട് ആ ശ്രദ്ധയോടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യാശയുടെ ഇടങ്ങളെ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം. ഒന്നാമത്തത്, പരിശുദ്ധ അമ്മയുടെ പ്രത്യാശ കാണാൻ പറ്റുന്നത് മംഗളവാർത്തയിൽ. ഒന്നാമത്തത് എവിടെയാണ്? മംഗളവാർത്തയിൽ ദൈവം ഇറങ്ങി വന്ന് മറിയത്തോട് ഒരു പുതിയ പ്രൊജക്റ്റിനെ കുറിച്ച് പറയുന്നു. രക്ഷാകര പദ്ധതിക്ക് ആരംഭം കുറിക്കാൻ പോവാണ്. ഹിയർ ഐ ആം ഗോയിങ് ടു സ്വിച്ച് ഓൺ ദ പ്രൊജക്റ്റ് ഓഫ് സാൽവേഷൻ എന്ന് മറിയത്തോട് സ്വർഗം വെളിപ്പെടുത്തുന്നു. മറിയം പ്രത്യാശയോടെ അതിന് സമ്മതം പറയുന്നു. അപ്പം നിങ്ങൾ ചോദിക്കും, അങ്ങനെ അച്ഛാ കൃത്യം അവിടെ കൊണ്ട് ആ വാക്ക് കൊണ്ട് കുത്തിക്കയറ്റുന്നത്? പ്രത്യാശയാണ് ടോപ്പിക് എന്ന് വിചാരിച്ചിട്ട് അവിടെ കൊണ്ട് പ്രത്യാശ പറയേണ്ട കാര്യം എന്താ? മറിയം ഉത്തരം പറഞ്ഞത് പ്രത്യാശയിലാണ്. എന്തായിരുന്നു ഉത്തരം? ഇതാ കർത്താവിൻ്റെ ദാസി. മറിയം ആ ഉത്തരം പറഞ്ഞത് പ്രത്യാശയിലാണ്. എന്താ കാര്യം? മറിയം മുമ്പിലൊന്നും കാണാത്തപ്പോഴും, കാര്യങ്ങൾക്കൊരു വ്യക്തത ഇല്ലാത്തപ്പോഴും, അവൾക്കറിയാൻ പറ്റില്ല ഇതെങ്ങനെ സംഭവിക്കും. അതിൻ്റെ ഉത്തരവൊന്നും കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമെന്നേ പറഞ്ഞുള്ളൂ. ആരാ പരിശുദ്ധാത്മാവെന്ന് പോലും മറിയത്തിന് അറിയാൻ മേല ആ സമയത്ത്. അപ്പം മറിയത്തിന് ഉത്തരം കിട്ടിയിട്ടില്ല, വ്യക്തത വന്നിട്ടില്ല, കാഴ്ച തെളിഞ്ഞിട്ടില്ല, മുമ്പിൽ എന്താന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ നിൽക്കുന്ന നേരത്തും അവൾ പറയുന്നു, ഇതാ കർത്താവിൻ്റെ ദാസി. അത് പറഞ്ഞത് പ്രത്യാശയിലാണ്. പ്രത്യാശ എവിടെ? ദൈവത്തിൽ. എപ്പോഴും ഓർക്കണം, ഇത് കഴിയുമ്പോൾ ഓർത്ത് വെക്കേണ്ട ഒരു 3 വാക്കിങ്ങനെയാണ്. നമ്മൾ പ്രത്യാശ വയ്ക്കുന്നത് ഒരാശയത്തിലല്ല, ദൈവത്തിൽ, ദൈവത്തിൻ്റെ പദ്ധതികളിൽ, നിത്യജീവിതത്തിൽ. ഇതോർത്ത് വെച്ചേക്ക്. നമ്മൾ പ്രത്യാശ വയ്ക്കുന്നത് ഒരാശയത്തിലല്ല, മറിച്ച് എവിടെയാണ് പ്രത്യാശ വയ്ക്കുന്നത്? ദൈവത്തിൽ, ദൈവത്തിൻ്റെ പദ്ധതികളിൽ, നിത്യജീവിതത്തിൽ. ഇതായിരിക്കണം പ്രത്യാശയുടെ ഒബ്ജക്റ്റ്. പ്രത്യാശ വയ്ക്കേണ്ടത് ഒരു ചിന്തയൊന്നുമല്ല പ്രത്യാശ. നമ്മൾ ഓർത്തേക്കരുത് എല്ലാം ശരിയാകും കേട്ടോ, അതല്ല പ്രത്യാശ. എല്ലാം ശരിയാകുമെന്ന് പറയുന്നത് ശുഭാപ്തി വിശ്വാസമാണ്, ഓപ്റ്റിമിസമാണ്. എല്ലാം ശരിയാകും, ഒരാശയമാണത്. അത് ഓപ്റ്റിമിസം, ശുഭാപ്തി വിശ്വാസം. മറിച്ച് ദൈവത്തിൽ അർപ്പിക്കുന്നതിൻ്റെ പേരാണ് പ്രത്യാശ. അപ്പോൾ പ്രത്യാശ അർപ്പിക്കേണ്ടത് ദൈവത്തിൽ, ദൈവത്തിൻ്റെ പദ്ധതിയിൽ, നിത്യജീവിതത്തിൽ. മറിയം മംഗളവാർത്തയിൽ പ്രത്യാശ അർപ്പിച്ചത് ദൈവത്തിൽ, ദൈവത്തിൻ്റെ പദ്ധതിയിൽ. പ്രത്യാശയുടെ ഒന്നാമത്തെ ഇടം ഏതാണത്? മംഗളവാർത്ത. രണ്ടാമത്തെ ഇടം ഏതെന്നറിയാമോ? നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാൻ ചാൻസ് തരാം കേട്ടോ. നമുക്ക് ഒരുമിച്ച് മിണ്ടിയും പറഞ്ഞൊക്കെ പോകാം. പ്രത്യാശയുടെ രണ്ടാമത്തെ ഇടം ഏതായിരിക്കും മറിയത്തിൻ്റെത്? പ്രത്യാശയുടെ രണ്ടാമത്തെ ഇടം സന്ദർശനം. ആരെ സന്ദർശിക്കുന്നു? മറിയം എലിസബത്തിനെ സന്ദർശിക്കുന്നു. നിങ്ങളാണെങ്കിൽ പുറത്തിറങ്ങുമായിരുന്നോ? ചിന്തിച്ചു നോക്കുകയെ. നമുക്കിത് സുവിശേഷം നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് നമുക്കറിയാം, മാലാഖ വന്നു കഴിയുമ്പം അടുത്ത ഭാഗം മറിയം മലഞ്ചെരിവിലുള്ള ഇളയമ്മയുടെ അടുത്തോട്ട് പോകും. നമുക്ക് കഥ അറിയാവുന്നത് കൊണ്ട് നമ്മളതിന് ഈസി ആയിട്ട് എടുക്കുകയാണ്. ശരിക്കും ചിന്തിച്ചു നോക്കുകയെ, മറിയം നമ്മളായിരുന്നെങ്കിൽ, അപ്പനാരെന്നറിയാത്തൊരു കുഞ്ഞിനെ ഉദരത്തിൽ പേറുന്ന പെണ്ണ് വീടിന് പുറത്തിറങ്ങുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പനാരെന്നറിയാത്ത അവൾക്ക് എന്തോ ധാരണയുണ്ട്, ദൈവത്തിൻ്റെ പദ്ധതിയാണെന്നറിയാം. എത്ര പേരുടെ ഉത്തരം കൊടുക്കണം? അപ്പനാണെന്നറിയാത്ത ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുന്ന പെണ്ണ് വീട് വിട്ട് പുറത്തിറങ്ങുമെന്ന് നമുക്ക് വിചാരിക്കാനാകുമോ? ഇല്ല. മറിച്ച് അവൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്താ കാര്യം അറിയാമോ? അവളുടെ പ്രത്യാശ അവൾക്ക് ധൈര്യം കൊടുക്കുന്നു. അതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രത്യാശ നമുക്ക് ധൈര്യം തരികയും ആ ധൈര്യം നമ്മളെ മറ്റുള്ളവരിലേക്ക് തുറവിയോടെ ആയിരിക്കാൻ സഹായിക്കുകയും ചെയ്യും. പ്രത്യാശ മറിയത്തിന് ധൈര്യം കൊടുത്തു. ആ ധൈര്യം അവളെ സർവീസിലേക്ക്, ശുശ്രൂഷയിലേക്ക് നയിച്ചു. എലിസബത്തിൻ്റെ അടുത്തേക്ക് അവൾ ഇറങ്ങിത്തിരിക്കുന്നു. ഇതിന് നേരെ വിപരീതമായ ഒരിടം കണ്ടുപിടിക്കാവോ ബൈബിളിൽ നിന്ന്? പ്രത്യാശ ധൈര്യം കൊടുത്തു, മറിയം പുറത്തേക്ക് ഇറങ്ങി. പ്രത്യാശ ഇല്ലാത്തൊരു സമൂഹത്തിന്
ധൈര്യം പോയി, അകത്തിരുന്നു. ഏത് സംഭവം വേഗം കണ്ടുപിടി. അപ്പോഴാണ് നമ്മൾ ഇതിന്റെ ഓപ്പോസിറ്റ്, പ്രത്യാശ ഇല്ലാതായി പോയവർക്ക് പറ്റിയ അപകടം. പ്രത്യാശ ഉള്ളവള് വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു, പ്രത്യാശ ഇല്ലാത്തവർ അകത്തിരിക്കുന്നു. ആരാത്? അപ്പസ്തോലന്മാര് കതകും ജനലും അടച്ച് അകത്തിരുന്നു. കാരണം എന്താ? പ്രത്യാശ നഷ്ടപ്പെട്ടു പോയി. പ്രത്യാശ ഇപ്പൊ നമുക്കിടയിലും ഇതേ അപകടമുണ്ട്. ഇന്ന് ഒത്തിരി മനുഷ്യർ അകത്തേക്ക് ചുരുങ്ങുകയാണ് മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ. നമ്മുടെ എത്ര കുട്ടികളുണ്ടെന്നറിയാവോ? നമ്മുടെ എത്ര കുഞ്ഞുങ്ങൾ പരീക്ഷയ്ക്കൊന്ന് തോറ്റുപോയി. ജോലി കിട്ടുന്നില്ല, കല്യാണം നടക്കുന്നില്ല. അതുകൊണ്ട് പള്ളി വരാൻ പോലും പേടിയാ കുഞ്ഞുങ്ങൾക്ക്. കാരണം എന്താ? നമ്മുടെ അമ്മാവന്മാർ ചോദിക്കും, ഒന്നും ആയില്ലേ, കുറച്ചു കാലമായാലോ, പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഇങ്ങും എത്തിയില്ലേ? കല്യാണം കഴിയുന്ന പാടെ ചോദിക്കാൻ തുടങ്ങും, വിശേഷം ഒന്നും ആയില്ലേ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കുഞ്ഞുങ്ങൾ പള്ളിയിലേക്ക് പോലും വരാൻ മടിച്ച് വീട്ടകങ്ങളിൽ ഒതുങ്ങിക്കൂടുന്ന കാലമാണിത്. കാരണം പ്രത്യാശ പോയി. പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്നവർ അകത്തിരിക്കും, ഭയപ്പെടും. അപ്പോൾ പറഞ്ഞു വന്ന എന്തായിരുന്നു? പ്രത്യാശയുടെ ഒന്നാമത്തെ ഇടം ഏതായിരുന്നു? മറിയത്തിന്റെ പ്രത്യാശയുടെ ഒന്നാമത്തെ ഇടം, രണ്ടാമത്തെ ഇടം സന്ദർശനം. പ്രത്യാശ അവൾക്ക് എന്തു കൊടുത്തു? ധൈര്യം കൊടുത്തു. പ്രത്യാശ ധൈര്യം കൊടുത്തു. നമുക്ക് ഇന്നില്ലാത്തൊരു സാധനം. നമുക്ക് ധൈര്യം നഷ്ടപ്പെട്ടു പോവാം. നമ്മുടെ സമൂഹമായിട്ട്, ക്രിസ്തീയ സമൂഹത്തിന്, നമ്മുടെ യുവജനങ്ങൾക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒക്കെ ധൈര്യം നഷ്ടപ്പെട്ടു പോകുന്നൊരു കാലത്ത് കർത്താവിൽ പ്രത്യാശ അർപ്പിച്ച് കർത്താവ് നടത്തും. തൻ്റെ ഇടത്തോടെ പുറത്തേക്ക് ഇറങ്ങാൻ നമുക്ക് കഴിയട്ടെ. മൂന്നാമത്, മറിയത്തിൻ്റെ പ്രത്യാശയുടെ മൂന്നാമത്തെ ഇടം ബേത്ലഹേം. പ്രത്യാശയുടെ മൂന്നാമത്തെ ഇടം ബേത്ലഹേം. ബേത്ലഹേമിൽ എന്താ? നമ്മുടെ ജീവിതവുമായിട്ട് കറക്റ്റ് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ ബേത്ലഹേം. എന്താ സംഭവിച്ചത് ബേത്ലഹേമിൽ? അവൾക്ക് അവഗണന. ആർക്ക്? ദൈവത്തിന്റെ അമ്മയാകാൻ നിയോഗം കിട്ടിയവൾക്ക് ബേത്ലഹേമിൽ അവഗണന. എന്താ അവഗണന? കതക് കൊട്ടിയടയ്ക്കുന്നു അവളുടെ നേരെ. സത്രത്തിന്റെ കതകുകൾ അവൾക്ക് നേരെ കൊട്ടിയടയ്ക്കുന്നു. പരിമിതികൾ, അവഗണന, പരിമിതികൾ. ഒരു കൊള്ളാവുന്ന വീടില്ല, സൗകര്യമില്ല എന്ന് സങ്കടപ്പെടുന്നവർ ബേത്ലഹേമിന്റെ അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പൊ അവൾ എന്താ ചെയ്യുന്നത്? നമ്മൾ വല്ലതും ആയിരിക്കണമായിരുന്നു. ആ മൂലയ്ക്കോട്ട് മാറിയിരുന്ന് കർത്താവിനെയും സീസറിനെ തൊട്ട് ചീത്ത വിളിക്കാൻ തുടങ്ങിയാണ്. കാരണം അഗസ്തീസർ അല്ലേ ഈ കൽപ്പന പുറപ്പെടുവിച്ചത്, പേരെഴുതി ചേർക്കാൻ ബേത്ലഹേമിലേക്ക് വരേണ്ടി വന്നേ. അപ്പൊ ദൈവത്തിൽ തുടങ്ങി സീസറിനെ ചീത്ത വിളിച്ച്, സത്രക്കാരനെ ചീത്ത വിളിച്ച്, 2 എണ്ണം കെട്ടിയവനോട്ടും കൊടുക്കും. താൻ ഒരുത്തം കാരണം ഇതെല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. യൗസേപ്പ് ഇതൊന്നും അറിയാതെ കൂടെ നിൽക്കുന്നതേ ഉള്ളൂ. യൗസേപ്പിനെയും ചീത്ത വിളിച്ചിരുന്നേനെ. പക്ഷെ മറിയം എന്ത് ചെയ്തു? പരിമിതികളുടെ നടുക്ക് കൂടെ നിൽക്കുമെന്ന് കരുതിയവരും ഒന്ന് കൈത്താങ്ങാകുമെന്ന് കരുതിയവരും കൈയൊഴിയുന്ന നേരത്ത് നമ്മൾ കടന്നു പോകുന്ന അനുഭവം. കൂടെ നിൽക്കുമെന്ന് കരുതിയവര്, കൈത്താങ്ങാകുമെന്ന് കരുതിയവര് അവഗണിച്ച് കതക് കൊട്ടി അടച്ചു. പരിമിതികളുടെ നടുക്ക് ഒന്നിനും സന്തോഷമില്ലാതെ നിരാശപ്പെട്ട് തീർന്നു പോകേണ്ട ഒരു നേരത്ത് അവൾ എന്ത് ചെയ്തെന്നറിയാവോ? നമ്മൾ വായിക്കുന്നത്, അവള് പെറ്റിട്ട കുഞ്ഞിനെ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് കാലിത്തൊഴുത്തിൽ കിടത്തി, പുൽത്തൊട്ടിയിൽ കിടത്തി. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അവളുടെ കയ്യിൽ ഒരു കച്ച ഉണ്ടായിരുന്നു, അതുകൊണ്ട് കൊച്ചിനെ അവളങ്ങ് പൊതിഞ്ഞു. അവളുടെ മുമ്പിൽ എന്തുണ്ടായിരുന്നു? പിള്ളത്തൊട്ടി, ഈ കാലിത്തൊഴുത്തുണ്ടായിരുന്നു. അങ്ങോട്ട് കൊച്ചിനെ കിടത്തി. പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് കാലിത്തൊഴുത്തിലേക്ക് കൊച്ചിനെ കിടത്തി. എന്താ അതിൻ്റെ അർത്ഥം? അവളെ കൊണ്ടാകുന്നത് അവൾ ചെയ്തു. മുഴുവൻ തകർന്നിരിക്കുന്ന നേരത്ത്, ഞെരുക്കത്തിന്റെ പാരമ്യത്തിൽ നിൽക്കുന്ന നേരത്ത് മറിയം ചെയ്തത്, അവളെ കൊണ്ടാകുന്നത് അവൾ ചെയ്തു. പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് ഈ പുൽമെത്തയിലോട്ട് കൊച്ചിനെ കിടത്തി. അവളെ കൊണ്ടാകുന്നത് അവൾ ചെയ്തപ്പോ അവളെ കൊണ്ടാകാത്തത് ദൈവം ചെയ്തു. അവളെ കൊണ്ടാകുന്നത് അവൾ ചെയ്തപ്പോ അവളെ കൊണ്ടാകാത്തത് ദൈവം അവൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തു. അതുകൊണ്ട് നിങ്ങൾ ഓർത്തേക്ക്, നിങ്ങൾ ഇപ്പം നിൽക്കുന്നത് ബേത്ലഹേമിലായിരിക്കും. കതകൊത്തിരി നിങ്ങളുടെ മുമ്പിൽ കൊട്ടി അടച്ചിട്ടുണ്ട്. ആരും കൈത്താങ്ങില്ല. ഒരു കാലിത്തൊഴുത്തിന്റെ പരിമിതിയിലേക്ക്, ഒരു വൈക്കോൽ ശാലയുടെ കുറവുകളിലേക്ക് നിങ്ങൾ ചുരുങ്ങി നിൽക്കുന്ന നേരമായിരിക്കും ഇത്. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. കയ്യിൽ എന്താ ഉള്ളേ? പിള്ളക്കച്ചയുണ്ടോ? പുതിയ. മുമ്പിൽ എന്താ ഉള്ളേ? ഒരു കാലിത്തൊഴുത്തുണ്ടോ? വൈക്കോൽ കൂനയുണ്ടോ? അങ്ങോട്ട് കിടത്ത്. നിന്നെ കൊണ്ടാകുന്നത് നീ ചെയ്യുമ്പോൾ നിന്നെ കൊണ്ടാകാത്തത് ദൈവം ചെയ്യും എന്ന് വിശ്വസിക്കുക. അപ്പൊ പ്രത്യാശയുടെ മൂന്നാമത്തെ ഇടമാണ് ബേത്ലഹേം. 4, പ്രത്യാശയുടെ നാലാമത്തെ ഇടം ഏതാത്? ഈജിപ്ത്. പ്രത്യാശയുടെ നാലാമത്തെ ഇടം ഈജിപ്ത്. ഈജിപ്ത് എന്താ ഈജിപ്തിലേക്ക് പോകാൻ കാര്യം? ആര് ഓടിച്ചു ഇവരെ? ഹെറോദേസ് ഓടിച്ചു. ചെന്ന് കയറാൻ പറഞ്ഞത് എങ്ങോട്ട്? ഈജിപ്ത്. നിങ്ങൾക്ക് ഈ യാത്ര സുഖകരമാണെന്ന് തോന്നുന്നുണ്ടോ? ഇതിവര് സെക്കൻഡ് ഹണിമൂണിന് പോയതൊന്നും അല്ല. നിങ്ങൾ ഇന്നിപ്പോ ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ മാറ്റാൻ വേണ്ടി ഭർത്താക്കന്മാർ ചെയ്യുന്നത്, ഈ കൊച്ചിനെയും അമ്മയും കൊണ്ട് ഒരു ട്രിപ്പം കൊണ്ടുപോകും.
അങ്ങനെയെങ്കിലും സമാധാനം കിട്ടട്ടെ, ഡിപ്രഷനൊക്കെ ഒന്ന് മാറട്ടെ എന്ന് വിചാരിച്ച് ഇതങ്ങനെ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ മാറ്റാൻ വേണ്ടി യൗസേപ്പ് കൊണ്ടുവന്ന ഒരു ജേർണി പാക്കേജ് ഒന്നുമല്ല. മറിച്ച് നിക്കക്കള്ളിയില്ലാതെ ഓടുകയാണ്. ഓടുന്ന എങ്ങോട്ട്? ഈജിപ്ത്. ഒരു വശത്ത് ഹെറോദേസ്, ഒരു വശത്ത് ഈജിപ്ത്. ഇതിൻ്റെ പേരാണ് ചെകുത്താനും കടലിനും നടുക്ക്. ഇതിൻ്റെ പേരാണ് ചെകുത്താനും കടലിനും നടുക്ക്. കാരണം പുറകെ കൊല്ലാൻ ആരോടിക്കുന്നു? ഹെറോദേസ്. ചെന്ന് കയറാൻ പറഞ്ഞ സ്ഥലം ഏത്? ഈജിപ്ത്. കൊള്ളാവുന്ന സ്ഥലമാണോ ഈജിപ്ത്? കാരണം എന്താ? ഇസ്രായേലിന്റെ സങ്കടത്തിന്റെ ഓർമ്മയുടെ പേരാ ഈജിപ്ത്. വേറെ എങ്ങോട്ട് പോകാൻ പറഞ്ഞാലും യൗസേപ്പിനും മറിയത്തിനും പരാതിയും പരിഭവം ഇല്ലാതെ പോകാൻ പറ്റുമായിരുന്നു. ഇവിടെയും അവർ പരാതി ഇല്ലാതെ പോയെ. പക്ഷെ എന്നാലും ഈജിപ്ത് സങ്കടത്തിന്റെ ഇടവാ. എന്താ കാര്യം? ഞങ്ങളുടെ പൂർവികരുടെ കണ്ണീരും രക്തവും വീണ മണ്ണാണ് ഈജിപ്ത്. അടിമത്തത്തിന്റെ മണ്ണാണ് ഈജിപ്ത്. അവിടെ കാത്തിരിക്കുന്നത് സംരക്ഷണമാകണമെന്ന് ഒരു ഉറപ്പുമില്ല. അവിടെ വരവേൽക്കാൻ വേണ്ടി പൂച്ചെണ്ടും തന്ന് സ്വീകരിക്കാൻ വേണ്ടി ഈജിപ്തിൽ ആരും കാണില്ല. ഒരിക്കൽ രക്ഷപ്പെട്ട് ഇറങ്ങിപ്പോയ ഇസ്രായേലിന്റെ മക്കളെ തിരിച്ചു കിട്ടിയാൽ വീണ്ടും അടിമത്തത്തിലേക്ക് തള്ളിയിടാൻ കാത്തിരിക്കുന്ന ഒരു മണ്ണാകണം ഏത്? ഈജിപ്ത്. അതാണ് ഞാൻ പറഞ്ഞത്. പുറകിൽ ഹെറോദേസ്, മുമ്പിൽ ഈജിപ്ത്. ചെകുത്താനും കടലിന്റെ നടുക്ക് നിൽക്കുകയാണ് ആര്? മറിയവും യൗസേപ്പും. ആ നേരത്തും മറിയം എന്ത് ചെയ്തു? പ്രത്യാശിച്ചു. മറിയം ആ നേരത്തും പരാതി പറഞ്ഞില്ല, പ്രത്യാശിച്ചു. നമ്മുടെ മുമ്പിൽ അത്തരം നേരങ്ങളുണ്ട്. പുറകിൽ നിന്ന് ആക്രമണം വരികയാണ്. പുറകിൽ നിന്ന് ആക്രമണം. മുമ്പിൽ കാണുന്നത് നമ്മുടെ ബുദ്ധിയിൽ നോക്കിയാൽ പരിഹാരമായിട്ട് തോന്നുന്നില്ല. നമ്മുടെ ബുദ്ധിയിൽ നോക്കിയാൽ മുമ്പിൽ കാണുന്നത് ഈജിപ്താണ്. ആ ഈജിപ്തിലേക്ക് ഞാൻ ഇനി പോകില്ല. എന്നെ മുറിവേൽപ്പിച്ചവരാ അവര്, എന്നെ തകർത്ത് കളഞ്ഞവരാ, എൻ്റെ ഓർമ്മയിൽ രക്തം കിനിയുന്ന ഇടമാണ് ഈജിപ്ത്. അങ്ങോട്ട് ഇനി ഒരു കയറ്റമില്ല എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ വാശികളിൽ നിൽക്കുമ്പോൾ മറിയം പഠിപ്പിക്കുന്നു, പ്രത്യാശ വയ്ക്ക്. അവർ ഗോഡ് ഹാസ് എ പ്ലാൻ. നമ്മുടെ ദൈവത്തിന് പദ്ധതിയുണ്ട്. അപ്പൊ നാലാമത്തെ മറിയത്തിന്റെ പ്രത്യാശയുടെ ഇടമാണ് ഏത്? ഈജിപ്ത്. കിട്ടിയോ? 4 ഇടങ്ങൾ കിട്ടിയോ? എൻ്റെ കൂടെ ഉണ്ടോ? പ്രത്യാശയുടെ 4 ഇടങ്ങൾ കിട്ടി. നോക്കട്ടെ, റിവിഷൻ ഏതൊക്കെയാണെന്ന് പറഞ്ഞേ നോക്കട്ടെ. ഒന്നാമത്തത് പ്രത്യാശയുടെ മറിയത്തിന്റെ പ്രത്യാശയുടെ ഒന്നാമത്തെ ഇടം മംഗളവാർത്ത. ഒന്നും അറിയാഞ്ഞിട്ടും മുമ്പിലൊന്നും തെളിയാതിരുന്നിട്ടും മറിയം ഇറങ്ങിത്തിരിക്കുന്നു. അതിൻ്റെ പേര്, അതുകൊണ്ടാണ് സഭാപിതാവായ ഇരണേവൂസ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പറച്ചിലുണ്ട്. നിങ്ങളിത് ധ്യാനത്തോടെ കേൾക്കുകയും കൊണ്ടുപോവുകയും ചെയ്യണം. സഭാപിതാവായ ഇരണേവൂസ് പറഞ്ഞിരിക്കുന്നത്, ഹൗവ അവിശ്വാസത്താലെ കെട്ടിയ കെട്ടിനെ മറിയം വിശ്വാസത്താലെ അഴിച്ചു. ഹൗവ അവിശ്വാസത്താലെ കെട്ടിയ കെട്ടിനെ മറിയം വിശ്വാസത്താലെ അഴിച്ചു. ദൈവം പറഞ്ഞിട്ടും ഹൗവായ്ക്ക് വിശ്വാസമായില്ല. ദൈവം പറയാഞ്ഞിട്ടും ഹൗവ വിശ്വസിച്ചു. അവിശ്വാസത്താലെ കെട്ടിയ കെട്ടിനെ വിശ്വാസത്താലെ അഴിച്ച നേരമാണ് മംഗളവാർത്ത. അപ്പൊ ഒന്നാമത് പ്രത്യാശയുടെ ഇടം മംഗളവാർത്ത. രണ്ടാമത്തത് സന്ദർശനം. മൂന്നാമത്തെ പ്രത്യാശ എവിടെ? ബേത്ലഹേമിൽ. നാലാമത്തെ പ്രത്യാശ എവിടെ? ഈജിപ്തിൽ. 4 ഇടങ്ങൾ കഴിഞ്ഞു. ഇനി എത്ര ഇടം കൂടെ ഉണ്ട്? 3 ഇടം കൂടെ. സമയമുണ്ടല്ലോ അല്ലേ? 3 ഇടം കൂടെ കേൾക്കാനുണ്ട്. നമുക്ക് വേഗം 3 ഇടങ്ങൾ. ഇതിനിടയ്ക്ക് ഒരു കാര്യം ഞാൻ ഓർത്തു വെക്കാൻ പറഞ്ഞു. നമ്മൾ പ്രത്യാശിക്കുന്നത് ആശയങ്ങളിലല്ല. നമ്മൾ പ്രത്യാശിക്കുന്നത് ആശയങ്ങളിലല്ല. പിന്നെ എന്തിലാണ്? 3 കാര്യങ്ങൾ വ്യക്തതയോടെ തലക്കയറ്റണം. ദൈവത്തിൽ 2, ദൈവത്തിൻ്റെ പദ്ധതിയിൽ 3, നിത്യമായ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ പദ്ധതിയിൽ അവിടുന്ന് ഒരുക്കുന്ന നിത്യമായ ജീവിതത്തിൽ പ്രത്യാശിക്കുന്നവരാണ് നമ്മൾ. ഇനി 5ാമത്തെ ഇടം, മറിയത്തിൻ്റെ പ്രത്യാശയുടെ 5ാമത്തെ ഇടം ഏതാണത്? കാനായിലെ പ്രത്യാശ. കാനായിലെ പ്രത്യാശയുടെ പ്രത്യേകത എന്നറിയാമോ? നമുക്കൊക്കെ ഇന്ന് പ്രത്യാശ അത്ഭുതം കണ്ടിട്ട് കിട്ടുന്ന പ്രത്യാശയാണ്. കാനായിലെ മറിയത്തിൻ്റെ പ്രത്യാശയുടെ പ്രത്യേകത എന്താ? ഇതുവരെ അവളെന്നല്ല ആരും ഈശോയുടെ ഒരു അത്ഭുതവും കണ്ടിട്ടില്ല. അങ്ങനെ ചിന്തിച്ച് നോക്കിക്കേ. നമുക്ക് വായിക്കുമ്പോൾ എളുപ്പമാണ്, നമുക്ക് കുഴപ്പമില്ല. കാരണം ഈശോ വെള്ളം വീഞ്ഞാക്കും നമുക്കറിയാം. ഇനി ഒരു കാന വന്നാലും നമ്മൾ പറയും ഈശോയുടെ അടുത്തോട്ട് പോയാൽ മതി. കാനായിലെ കല്യാണ വിരുന്ന് ഈശോ ചെയ്ത അടയാളങ്ങളുടെ ആരംഭമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈശോ ചെയ്ത ഒരത്ഭുതവും ആരും കണ്ടിട്ടില്ല. അത്ഭുതം കണ്ടിട്ടാ നമ്മൾ പ്രത്യാശ വയ്ക്കുന്നത്. മറിയം പ്രത്യാശ വെച്ചത് എങ്ങനെയാ? ഒരത്ഭുതവും കാണാത്ത നേരത്തും, തിരുക്കുമാരൻ പ്രവർത്തിച്ച ഒരത്ഭുതവും ഇതുവരെ നടക്കാത്ത നേരത്തും മറിയം പറയുന്നു, അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ. ഈ അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ എന്ന പറച്ചിലിന് ബൈബിളിൽ ഒരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത എന്നറിയാമോ? അതിനുശേഷം, ബാക്കി പൂരിപ്പിക്കാവോ? അതിനുശേഷം ആര് പറയും?
അവൻ പറയുന്നത് പോലെ ചെയ്യുവിനെന്ന് മറിയം കാനായിലെ വീട്ടുകാരോട് പറഞ്ഞതിന് ശേഷം മറിയം മിണ്ടിയിട്ടില്ല. അതിനുശേഷം സുവിശേഷത്തിൽ എങ്ങും മറിയം മിണ്ടിയിട്ടില്ല. തീർന്നു. മറിയത്തിൻ്റെ വാ അടഞ്ഞു അവിടം കൊണ്ട്. അന്ന് അവൾ പറഞ്ഞ അവൻ പറയുന്നത് പോലെ ചെയ്യുവിനെന്ന വാക്കാണ് സുവിശേഷത്തിൽ മറിയം അവസാനമായി പറയുന്ന വാക്ക്. അതിനുശേഷം മറിയത്തിൻ്റെ വായിന്ന് ഒരു വാക്ക് വീഴുന്നില്ല. അതിൻ്റെ അർത്ഥം കഴിഞ്ഞ 2000 വർഷമായി മറിയം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഒരൊറ്റ വാക്ക. ഏതാത്? അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ. ഒരു കാനായുടെ അനുഭവത്തിലാണോ നിന്റെ കുടുംബം ഇപ്പോൾ കടന്നു പോകുന്നത്? എല്ലാം ഒരുക്കിയതാ, മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി എല്ലാം ഒരുക്കിയതാ. പക്ഷെ പെട്ടെന്നൊരു നേരത്ത് കണക്ക് കൂട്ടലുകൾ തെറ്റി അപമാന ഭാരത്താൽ ശിരസു താണു നിൽക്കുക. മക്കൾക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തതാ, എല്ലാം ഒരുക്കിയതാ, കുടുംബത്തെ സ്നേഹിച്ചതാ, തൊഴിലിടങ്ങളെ മാനിച്ചതാണ്, വരുമാന മാർഗങ്ങൾ പദ്ധതി ഒരുക്കി വെച്ചിരുന്നതാണ്. പക്ഷെ പെട്ടെന്നൊരു നേരത്ത് കണക്ക് കൂട്ടലുകൾ തെറ്റിത്തകർന്ന കാനാ പോലെ എൻ്റെ ജീവിതം, എൻ്റെ കുടുംബം അപമാന ഭാരത്താൽ ശിരസ്സു താണു നിൽക്കുന്ന നേരത്ത് മറിയം പറയുന്നു, ഡു വാട്ട് ഹി ടെൽസ്. അവൻ പറയുന്നത് ചെയ്യുവിൻ. തിരുക്കുമാരൻ്റെ മുഖത്തേക്ക് നമ്മുടെ താണുപോയ മുഖത്തെ മെല്ലെ ഉയർത്തി നോക്കിപ്പിക്കുന്ന മറിയമില്ലേ, അതാണ് മറിയത്തിന്റെ പ്രത്യാശ. താന്നു പോകാതെ, നിന്റെ ശിരസ് ഇങ്ങനെ താന്നു നിൽക്കാതെ, ഒരാളെയും ഫേസ് ചെയ്യാൻ കഴിയാതെ അപമാനത്താൽ ശിരസ് താണു പോകുന്ന മനുഷ്യരോട് കർത്താവ് മറിയം പറഞ്ഞു തരുന്നു, ശിരസ് ഉയർത്തിക്കേ, കർത്താവിലേക്ക് നോക്കിക്കേ, കരുണയുടെ മുഖം കണ്ടേ, അവൻ ഇടപെടും, അവൻ അത്ഭുതം ചെയ്യും, അവൻ പറയുന്നത് പോലെ ചെയ്താൽ മാത്രം മതി. കാന പ്രത്യാശയുടെ ഇടമാണ്. 6ാമത്തെ പ്രത്യാശ ഏതായിരിക്കും? ഇനി നിങ്ങൾക്ക് പൂരിപ്പിക്കാം, നിങ്ങൾ ട്രാക്കിലായി. 6ാമത്തെ പ്രത്യാശ ഏതാ? പ്രത്യാശയുടെ 6ാമത്തെ ഇടം കഴിയാറായി, 2 കൂടെ ഉള്ളൂ. 6ാമത്തത് കാൽവരി. സംശയമൊന്നുമില്ല, കാൽവരി. കാൽവരി എല്ലാം തീർന്നു. കാൽവരിയിൽ എല്ലാം തീർന്നു. നമ്മൾ അങ്ങോട്ട് പോയി നിന്ന് നോക്കുകയെ, എല്ലാം അവസാനിച്ചു, എല്ലാം അവസാനിച്ചു. മറിയത്തിൻ്റെ മനസ്സ് സ്വന്തമാക്കി. ഗെറ്റ് ഇൻ ടു ഹെർ ഷൂസ്, ഗെറ്റ് ഇൻ ടു ഹെർ ഷൂസ്. അവളുടെ മനസ്സ് കണ്ടു നോക്കിക്കേ, മറിയം എങ്ങനെയായിരിക്കും അതിനെ അതിജീവിച്ചത്? ദൈവപുത്രൻ എന്ന് പറഞ്ഞ് സ്വർഗം സമ്മാനിച്ച മകന്റെ ചേതനയറ്റ ഉടലിനെ കയ്യിൽ കടത്തേണ്ടി വന്നൊരു അമ്മയുടെ മനസ്സ് ചിന്തിച്ച് നോക്കിക്കേ. എല്ലാം തകർന്ന നേരമല്ലേ അത്? ദൈവപുത്രൻ എന്ന് പറഞ്ഞ് സ്വർഗം സമ്മാനിച്ച മകനെ 33ാമത്തെ വയസ്സിന്റെ നല്ല പ്രായത്തിൽ ഒരു പെടുമരണത്തിന് മകൻ വിധേയപ്പെടുന്നത് കണ്ടു നിൽക്കേണ്ടി വരികയും അവന്റെ തകർന്ന ശരീരത്തെ സ്വന്തം മടിയിൽ കിടത്തി ഇങ്ങനെ നിരിക്കേണ്ടി വരികയും ചെയ്യുന്ന മറിയത്തിന്റെ മനസ്സ് എല്ലാവരും ചുറ്റും നിന്ന് പറഞ്ഞു കാണും, എല്ലാം കഴിഞ്ഞു കേട്ടോ, എല്ലാം തീർന്നു കേട്ടോ, എല്ലാം അവസാനിച്ചു കേട്ടോ എന്ന് പലരും മന്ത്രിച്ചപ്പോഴും മറിയം ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരുന്നു, എന്ത്? ഒന്നും അവസാനിച്ചിട്ടില്ല, ഒന്നും അവസാനിച്ചിട്ടില്ല. എൻ്റെ ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. എല്ലാം അവസാനിച്ചുവെന്ന് കരുതിയയിടത്ത് കൂടെ ഉണ്ടായിരുന്നവർ 4 പാടും ചിതറിയോടിയ നേരത്ത് മറിയം കുരിശിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ടും ഉച്ചരിച്ചത് പ്രത്യാശയുടെ മന്ത്രണങ്ങളായിരിക്കണം. അവൾ പറഞ്ഞുകൊണ്ടിരുന്നു, ഒന്നും അവസാനിച്ചിട്ടില്ല. എല്ലാം അവസാനിച്ച് നിരാശയിൽ കുത്തിയിരിക്കുന്നവർക്ക് കാൽവരിയിലേക്ക് നോക്കി മറിയത്തിൻ്റെ കൈയും പിടിച്ച് നിൽക്കാൻ പറ്റണം. മറിയം കടന്നുപോയതിൻ്റെ ഒരു പങ്ക് നമ്മളും കടന്നു പോകുകയാണെന്ന് വിചാരിച്ചാൽ മതി. എന്നിട്ട് ഏറ്റു പറയണം, എൻ്റെ ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്, അതിജീവിക്കും, ഇതും കടന്നു പോകുമെന്ന് ഏറ്റു പറയണം. 7ാമത്തെ പ്രത്യാശ എന്താണെന്നറിയാമോ? 7ാമത്തെ പ്രത്യാശ കാത്തിരിപ്പിൻ്റെ പ്രത്യാശ. അതേൽ അവസാനിപ്പിക്കാം നമുക്ക്. 7ാമത്തെ പ്രത്യാശ കാത്തിരിപ്പിൻ്റെ. ഇന്ന് നമുക്ക് ഒട്ടുമില്ലാത്ത ഒരു ആത്മീയ ശൈലിയുടെ പേരാണ് എന്ത്? കാത്തിരിപ്പ്. നമുക്ക് ഇന്ന് പ്രാർത്ഥിച്ചാൽ നാളെ ഉത്തരം കിട്ടണം, അല്ലെങ്കിൽ എത്ര ആഴ്ചയാണെന്ന് കൃത്യം കണക്ക് പറയണം, എന്നാലേ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങത്തുള്ളൂ. പക്ഷേ മറിയം പഠിപ്പിക്കുന്നു, കാത്തിരിക്ക്. ആർക്കു വേണ്ടിയിട്ട്? പരിശുദ്ധാത്മാവ് വരും, അത്യുന്നതൻ്റെ ശക്തി നിങ്ങളുടെ മേൽ ആവസിക്കും. മാളിക മുകളിൽ ഭയപ്പെട്ട ശിഷ്യന്മാരെ ചേർത്ത് പിടിച്ചിരുത്തിയിട്ട് മറിയം പ്രാർത്ഥിക്കുകയാണ്, മക്കളെ പ്രാർത്ഥിക്കുക, ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് വരും, ആ കാത്തിരിപ്പിന് നമ്മളെ ഒരുക്കും പരിശുദ്ധയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നതുപോലെ ഒത്തിരി ഭയങ്ങളുടെ നടുക്ക്,
നിരാശയുടെ നടുക്കാണിരിക്കുന്നതെങ്കിൽ ഈ ശൈലി എടുത്തേ. മാളിക മുകളിൽ ശിഷ്യന്മാരും മറിയത്തോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ കുടുംബം, നമ്മുടെ സമൂഹം മറിയത്തോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചേ. ആ പ്രാർത്ഥനയുടെ ഒടുക്കം സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങും. ഏലിയായുടെ പ്രാർത്ഥനകളുടെ മേലെ സ്വർഗത്തിൻ്റെ അഗ്നി ഇറങ്ങി ബലി സ്വീകൃതമായതുപോലെ പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പെന്തക്കുസ്ത ആവർത്തിക്കപ്പെടും. പ്രത്യാശ അതിൻ്റെ ഉത്തരം കാണും. അത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് നമ്മളെ നവീകരിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യും. 7 എണ്ണം കിട്ടിയോ? 7 എണ്ണം കഴിഞ്ഞോ? മനസ്സിലായോ? ആരും നോക്കട്ടെ. ചലഞ്ച്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്ക് പ്രത്യാശയുടെ 7 ഇടങ്ങളെ പറയാൻ പറ്റുമോ നോക്കട്ടെ. പറയാൻ പറ്റും? എഴുന്നേറ്റ് നിൽക്കുക. നല്ല കാര്യം, 4 പേര് കാണട്ടെ. ഇത് വലിയ സാക്ഷിയാണെന്ന് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത്. 7 എണ്ണം പറഞ്ഞേ. മറിയം പ്രത്യാശയുടെ നല്ല 2 പേര്. ഇത് ഗ്രൂപ്പ് സോങ് പാടാൻ പോവാണോ? അവിടെ അമ്മ ഇരുന്നു, അവിടെ ഒരാൾ പറയട്ടെ, പറഞ്ഞിട്ട് ഇങ്ങോട്ട്. മംഗളവാർത്ത. പ്രത്യാശയുടെ 1-ാമത്തെ ഇടം മംഗളവാർത്ത. മുമ്പിലൊന്നും കാണാതെ പോകുന്ന നേരത്ത് മറിയത്തെ പോലെ പ്രത്യാശിക്കണം. 2, സന്ദർശനം. ഭയപ്പെട്ടിരിക്കുന്ന നേരത്ത് മറിയത്തെ പോലെ പുറത്തേക്ക് ഇറങ്ങണം. പ്രത്യാശ നമുക്ക് ധൈര്യം തരും. 3, ബേത്ലഹേം. അവഗണന, പരിമിതികൾ, അതിൻ്റെ നടുക്ക് പ്രത്യാശിക്കുന്നതാണ് ഏത്? ബേത്ലഹേം. 4, ഈജിപ്ത്. ചെകുത്താൻ്റെ കടലിൻ്റെ നടുക്ക് പ്രത്യാശിക്കുന്നതിൻ്റെ പേരാണ് ഈജിപ്ത്. 5, കാന. അത്ഭുതങ്ങളൊന്നും കണ്ടിട്ടില്ല ഇതുവരെയായിട്ടും ജീവിതത്തിൽ. ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതവും നടന്നിട്ടില്ല. അങ്ങനത്തെ മനുഷ്യരുണ്ട് നമുക്കിടയിൽ ഒത്തിരി പേര്, ബഹുഭൂരിപക്ഷം അങ്ങനെയുള്ള. ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതവും ഏതാണ്ടൊക്കെ ബോണസ് പോലെ കിട്ടിയതേ ഉള്ളൂ, അല്ലാതെ അത്ഭുതമൊന്നും നടന്നിട്ടൊന്നും ഇല്ല. അപ്പോഴും വിശ്വസിക്കുന്നു കർത്താവ് നടത്തും, അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ. 6, കാൽവരിയിൽ. എല്ലാം തകർന്നെന്ന് ചുറ്റും നിൽക്കുന്നവർ പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്ത് നമ്മൾ പറയുന്നു ഒന്നും അവസാനിച്ചിട്ടില്ല, കാരണം എൻ്റെ ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. 6-ാമത്തെ പ്രത്യാശ. 7-ാമത്തെ പ്രത്യാശ കാത്തിരിപ്പിൻ്റെ പ്രത്യാശ. എവിടെ? മാളിക മുകളിൽ, സെഹിയോൻ മാളിക മുകളിൽ പെന്തക്കുസ്തായി കൊരുങ്ങി കാത്തിരിക്കുന്ന പ്രത്യാശ. ഇരിക്കുക. നല്ല കാര്യം. നല്ല കൈഡി കൊടുത്തേ. നല്ല കൈഡി കൊടുക്കുക. നല്ല സമ്മാനം. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വസ്തനാണ് കേട്ടോ. യെസ്, ഹല്ലേലൂയ. ഗുഡ്. ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. ആ 3 കാര്യം ഓർത്തു വെച്ചേക്കണം എപ്പോഴും. എന്താണ്? നമ്മൾ പ്രത്യാശിക്കുന്നത് ആശയങ്ങളിലല്ല, നമ്മൾ പ്രത്യാശിക്കുന്ന ആരിലാണ്? ദൈവത്തിൻ്റെ പദ്ധതികളിൽ, ഫൈനൽ നിത്യജീവിതത്തിൽ. ബ്രിട്ടണിൽ ഞാൻ അടുത്തിടയ്ക്ക് വായിച്ച ഒരു കാര്യമാണ്. ബ്രിട്ടണിൽ കുറേ കാലം മുമ്പ് ഒരു വിരുന്ന് നടന്നു. കുറേ കാലം മുമ്പ് ബ്രിട്ടണിൽ ഒരു വലിയ വിരുന്ന്. ഈ വിരുന്നിന് ഇഷ്ടംപോലെ ഈ VIP ആണ് ക്ഷണിക്കപ്പെട്ടിരുന്നത്. വലിയ മനുഷ്യർ, ഡിഗ്നിറ്ററീസ്, പല കാര്യങ്ങൾ ചെയ്യുന്നവർ ഒരുമിച്ച് കൂടി. അപ്പോൾ ഒരു സോളം ഡിന്നർ, ഒരു വലിയ അത്താഴം ഈ അതിഥികൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. അതിങ്ങനെ പല കോഴ്സ് ഡിന്നർ എല്ലാവരും ആസ്വദിച്ച് കഴിക്കും. ഈ നേരത്തെ സ്റ്റേജിൽ ഒരു 1 മാൻ ഷോ നടക്കുകയാണ്. ഒരു ആർട്ടിസ്റ്റ്, ഒരു നല്ല കലാകാരനെ അവർ പ്രത്യേകം അത് ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ കലാകാരൻ ചെയ്യുന്നത് ഷേക്സ്പിയറിൻ്റെ നാടകങ്ങളിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയാണ്. ഇപ്പോൾ ഷേക്സ്പിയറിൻ്റെ നാടകത്തിലെ കഥാപാത്രങ്ങളെ മോണോ ആക്ട് പോലെ, 1 ആക്ട് പ്ലേ പോലെ ഇയാൾ ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇയാൾ നല്ല ഗായകനാണ്, നല്ല അഭിനേതാവാണ്. അങ്ങനത്തെ എല്ലാ കലാ കഴിവുകളും ഉള്ള മനുഷ്യൻ ഇത് അവതരിപ്പിക്കുന്നു. ഓഡിയൻസ് ഓരോ ക്യാരക്ടറിനെ അവതരിപ്പിച്ച് കഴിയുമ്പോഴും കൈയടിക്കുന്നു, ഇയാളെ സ്തുതിക്കുന്നു, ഏറ്റുപറയുന്നതൊക്കെ ചെയ്യുന്നു. അപ്പോൾ കുറേ കഴിഞ്ഞു ഓരോന്നും. അപ്പോൾ ആൾക്കാർ മെല്ലെ ആവശ്യപ്പെടാൻ തുടങ്ങി. മാക്ബത്തിനെ അവതരിപ്പിക്കണം, മാർക്ക് ആൻ്റണി അവതരിപ്പിക്കണം, ആ ഭാഗം അവതരിപ്പിക്കണം എന്നൊക്കെ ക്യാരക്ടേഴ്സിൻ്റെ പേര് പറഞ്ഞ് സിറ്റുവേഷൻസ് പറയുന്നു. കേൾക്കേണ്ട താമസം ഈ കലാകാരൻ അവതരിപ്പിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഒരു വൃദ്ധനായ മനുഷ്യൻ എഴുന്നേറ്റു. കാണികളുടെ കൂട്ടത്തിൽ നിന്ന് വൃദ്ധനായ ഒരു മനുഷ്യൻ എഴുന്നേറ്റു. അദ്ദേഹം ഒരു കത്തോലിക്ക പുരോഹിതനായിരുന്നു. Somehow he was also invited for this banquet. ഈ വിരുന്നിലേക്ക് ആ മനുഷ്യനും ക്ഷണിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ കത്തോലിക്ക പുരോഹിതൻ എഴുന്നേറ്റിട്ട് ഈ കലാകാരനോട് ചോദിച്ചു, എനിക്ക് വേണ്ടി 23-ാം സങ്കീർത്തനം ഒന്ന് ആലപിക്കാമോ എന്ന് ചോദിച്ചു. 23-ാം സങ്കീർത്തനം. അപ്പോൾ കലാകാരൻ ആകെ പരിഭ്രമിച്ചു. കാരണം ഇത് പാക്കേജിലില്ല, ഇത് പ്ലാനിൻ്റെ ഭാഗമല്ല. പെട്ടെന്ന് ഈ മനുഷ്യനിങ്ങനെ. പക്ഷെ കലാകാരൻ പതറിയില്ല. അദ്ദേഹം നല്ല കലാകാരനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ആലാപന ശൈലിയും അദ്ദേഹത്തിൻ്റെ അവതരണത്തിൻ്റെ മികവും ഉപയോഗിച്ച്
അതുവരെ അവതരിപ്പിച്ച ഏത് ക്യാരക്ടർ അവതരണത്തെക്കാൾ നന്നായിട്ട് ഈ കലാകാരൻ എന്ത് ചെയ്തു? 23-ാം സങ്കീർത്തനം അവിടെ ഇമ്പകരമായി ആലപിച്ചു. അപ്പോൾ അതുവരെ ഇരുന്ന് കൈയടിച്ച കാണികൾ എല്ലാവരും കൂടെ എഴുന്നേറ്റ് നിന്ന് നീണ്ട കയ്യടി കൊടുത്തു. കയ്യടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഈ കലാകാരൻ ഒരു കാര്യം പറഞ്ഞു. ഈ കലാകാരൻ ഒരു കാര്യം ആവശ്യപ്പെട്ടു. എന്താ ചെയ്തെന്നറിയാമോ? കലാകാരൻ പറഞ്ഞു, പുരോഹിത, ഹേ പ്രീസ്റ്റ്, നൗ ഇറ്റ്സ് യുവർ ടേൺ. ഇനി താങ്കളുടെ ഊഴമാണ്. താങ്കൾ എനിക്ക് വേണ്ടി 23-ാം സങ്കീർത്തനം ആലപിക്കണം എന്ന് പറഞ്ഞു. അച്ഛൻ പെട്ടു. അത് അച്ഛൻ്റെ പ്ലാനിലും ഇല്ല, അച്ഛൻ്റെ പാക്കേജിലും അതില്ലായിരുന്നു. പക്ഷേ ഒരു വൃദ്ധ വൈദികനായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ, ആ അച്ഛൻ ഇരുന്നിടത്ത് നിന്ന് മെല്ലെ എഴുന്നേറ്റ് വന്ന് വാർദ്ധക്യത്തിൻ്റെ ക്ലേശം അദ്ദേഹത്തിൻ്റെ നടപ്പിൽ പോലും പ്രകടമാണ്. അപ്പോൾ മെല്ലെ നടന്ന് സ്റ്റേജിലേക്ക് കയറി ഈ കലാകാരൻ്റെ നിന്ന് മൈക്ക് മേടിച്ച് ഇദ്ദേഹം നിശബ്ദതയിൽ നിന്നു ആദ്യം. കാരണം ഇദ്ദേഹം അങ്ങനെ കഴിവുള്ള അച്ഛനല്ല, പാട്ടുകാരനല്ല, പ്രസംഗകനല്ല, അഭിനയ മികവുമില്ല. പക്ഷേ ഇയാൾ ഇങ്ങനെ ഇങ്ങോട്ട് ആവശ്യം ഉന്നയിച്ചപ്പോൾ ചെയ്യാതിരിക്കാൻ പറ്റിയില്ല. ഈ അച്ഛൻ എന്ത് ചെയ്തു? മൈക്ക് മെല്ലെ കൈകളിൽ പിടിച്ച് ആ വൃദ്ധ വൈദികൻ്റെ വിറയാർന്ന ശബ്ദത്തിൽ അദ്ദേഹം 23-ാം സങ്കീർത്തനം ചൊല്ലാൻ തുടങ്ങി. കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകടിയിൽ പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന്. മരണത്തിൻ്റെ ഇരുൾ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് എൻ്റെ കൂടെയുള്ളതിനാൽ ഈ മനുഷ്യൻ ഇങ്ങനെ ക്ലേശപൂർണമായി വിറച്ച് ചെല്ലിത്തീർത്ത പാടെയുണ്ടല്ലോ, ആ ഓഡിയൻസ് മുഴുവൻ നിങ്ങളീ ഇരിക്കുന്നത് പോലെ സൈലൻസ്, പെർഫെക്റ്റ് സൈലൻസ്. ഒരു വിരുന്നുശാല മുഴുവൻ നിശബ്ദതയിലേക്ക് ആണ്ടുപോവുകയും മെല്ലെ ഓരോരുത്തരുടെയും കണ്ണുകളിൽ നിന്ന് കണ്ണീരൊഴുകാനും തുടങ്ങി. ഓരോരുത്തരും അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങുക. അപ്പോൾ ആ സൈലൻസിനെ ബ്രേക്ക് ചെയ്ത് ഈ കലാകാരൻ മൈക്ക് വാങ്ങിച്ചിട്ട് ഈ കലാകാരൻ ചോദിച്ചു, ഇവിടെ എന്താ നടന്നതെന്ന് മനസ്സിലായോ എന്ന് ആൾക്കാരോട് ചോദിച്ചു. ഇവിടെ എന്താ നടന്നതെന്ന് മനസ്സിലായോ? അപ്പോൾ ആൾക്കാരും ആകാംക്ഷയോടെ കലാകാരനെ നോക്കി, എന്താണ് ഇവിടെ നടന്നത്? കാരണം അവർക്കും മനസ്സിലായി എന്തോ ഒന്ന് നടന്നിട്ടുണ്ട്, പക്ഷെ എന്താ നടന്നതെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഈ കലാകാരൻ പറഞ്ഞൊരു സെൻറ്റൻസ് ഉണ്ട്. ഈ കലാകാരൻ പറയുകയാണ്, I know the psalm. എനിക്ക് സങ്കീർത്തനം അറിയാം. I know the psalm and he knows the shepherd. എനിക്ക് സങ്കീർത്തനം അറിയാം, ഇദ്ദേഹത്തിന് ഇടയനെ അറിയാം. എനിക്ക് സങ്കീർത്തനം അറിയാം, ഇദ്ദേഹത്തിന് ഇടയനെ അറിയാം. സങ്കീർത്തനം അറിയാവുന്നവരുടെ ആലാപനം കേൾവിക്കാരുടെ കയ്യടി വാങ്ങിക്കും. ഇടയനെ അറിയാവുന്നവൻ്റെ വിറയാർന്ന ശബ്ദം പോലും കേൾവിക്കാരുടെ കണ്ണീര് ഒഴുക്കും. അപ്പം നമ്മൾ ചോദിക്കേണ്ടതാണ്, സങ്കീർത്തനം അറിഞ്ഞാൽ പോരാ, ആരെ അറിയണം? ഇടയനെ അറിയണം. പ്രാർത്ഥിച്ചാൽ പോരാ, കർത്താവിനെ അറിയണം. ജപമാല ചൊല്ലിയാൽ പോരാ, ഈശോയെ അറിയണം. കാരണം നമ്മൾ പ്രത്യാശ വയ്ക്കുന്നത് ആശയങ്ങളിലല്ല, ഒരു വ്യക്തിയിലാണ്. ദൈവത്തിൻ്റെ പദ്ധതികളിൽ, നിത്യജീവിതത്തിൽ നമ്മൾ പ്രത്യാശ അർപ്പിക്കട്ടെ. 7 ഇടങ്ങളിലെ മറിയത്തിൻ്റെ പ്രത്യാശ നമുക്ക് പ്രചോദനമാകട്ടെ. മംഗളവാർത്തയിൽ, സന്ദർശനത്തിൽ, ബേത്ലഹേമിൽ, ഈജിപ്തിൽ, കാനായിൽ, കാൽവരിയിൽ, മാളിക മുകളിൽ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആമേൻ.